ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫിറ്റ്നസ്. നിങ്ങൾക്കും സോയ ചങ്ക്സ് കഴിക്കുന്നത് വെയിറ്റ് ലോസിന് നല്ലതാണോ? ആണല്ലോ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസിനായി ശ്രമിക്കുകയാണെങ്കിൽ സോയ ചങ്ക്സ് കൊണ്ടുള്ള എന്തെങ്കിലും ഐറ്റം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. അത് ചിക്കനും മീനും ഒക്കെ കഴിക്കുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോയ ചങ്ക്സ് നല്ലൊരു പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ഫാറ്റ് മാത്രം പോയി മസിൽ ലോസ് ഒന്നും വരാതിരിക്കാൻ ഒരു നല്ലൊരു ഫുഡ് ഗ്രൂപ്പ് ആണ്. അതുകൂടാതെ സോയ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല നിറഞ്ഞ ഫീലിംഗ് ആയിരിക്കും. കുറെ നേരം എടുക്കും അത് ഡൈജസ്റ്റ് ആവാൻ. നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഐറ്റം ആണ് സോയ ചങ്ക്സ്. ചീപ്പാണ്, നല്ല ന്യൂട്രീഷ്യസ് ആണ്, പ്രോട്ടീൻ കൂടുതലുണ്ട്, ഫൈബർ ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു മീറ്റ് കഴിക്കുന്ന ഒരു ഫീലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ആഡ് ഓൺ ആണ് സോയ ചങ്ക്സ് നിങ്ങളുടെ ഡയറ്റിൽ. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അത് ഡോക്ടറോട് ചോദിച്ചു മാത്രം ഏത് സാധനവും അധികം കഴിക്കാൻ പാടുള്ളൂ. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ് കോച്ചാണ്. ഇന്ന് ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ നാട്ടിൽ. ഞാൻ കാസർഗോഡ് നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടം കൂടിയാണ്. ഇതാണ് ആ ബ്രേക്ക്ഫാസ്റ്റ്. വെറുതെ അറിയുന്നതല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും നോൺ വെജിറ്റേറിയൻ പ്രോട്ടീനാണ് കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ കടല, പയർ വർഗ്ഗങ്ങളൊക്കെയും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. പക്ഷേ അത് ഗ്രെയിൻസിൻ്റെ കൂടെ ഇങ്ങനെ അരി ഒക്കെ, ഗോതമ്പ് അതിൻ്റെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് കംപ്ലീറ്റ് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത്. അരി, കടല, കുറച്ച് തേങ്ങ, കടുക്, മുളക്, കറിവേപ്പില, എണ്ണ. ഓക്കെ, എണ്ണ ഇട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ചിരുന്നു. തേങ്ങ വളരെ കുറച്ചിട്ടിട്ടുണ്ട്, അതൊരു നല്ല ടേസ്റ്റ് തരും. ഓക്കെ, അപ്പോൾ നല്ല ഫില്ലിംഗ് ആണ്. കൂടുതൽ കഴിച്ചാൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അതുകൊണ്ട് ടേസ്റ്റ് കാരണം കൂടുതൽ കഴിക്കാൻ പോകരുത്. ജിം വർക്കൗട്ടാണ് ചെയ്തത്. അപ്പർ ബോഡി ചെയ്തു, പിന്നെ ചില കോർ വർക്കൗട്ടും ചെയ്തു. ഇപ്പോഴത്തെ എൻ്റെ ഗോൾ വീക്ക്ലി 3 days എങ്കിലും റെസിസ്റ്റൻസ് ട്രെയിനിങ് നന്നായിട്ട് ചെയ്യാനാണ്. ബാക്കി ദിവസങ്ങളിൽ മെയിൻലി വാക്കിംഗ് ആയിരിക്കും. ഇടയ്ക്ക് കാർഡിയോ ചെയ്യാറുണ്ട്, ഇൻറ്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും മെഷീനിൽ കയറി ചെയ്യാറുണ്ട്. സോയാ ചങ്ക്സ് ഓർമ്മ വരാൻ കാരണം ഇന്ന് സോയാ ചങ്ക്സ് ആയിരുന്നു ലഞ്ചിന്. വളരെ കുറച്ച് എണ്ണയിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ പാവയ്ക്കയും സുക്കീനിയും കൂടി ഉണ്ടാക്കിയൊരു തോരനും. കയ്പ്പ് കുറയ്ക്കാൻ ഞാൻ സുക്കീനി എടുത്ത് ഇട്ടു ലാസ്റ്റ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് പാവയ്ക്ക. ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു വിശപ്പുണ്ട്. ഡിന്നറിന് സാലഡും ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. ഇത് മോളുടെ ഫേവറേറ്റ് ഐറ്റമാണ്, അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കും. സ്റ്റെപ്സ് 12,000 മേലെ ഉണ്ടായിരുന്നു. 2 ലിറ്ററോളം വെള്ളവും